വർത്തമാനകാലത്തിലെ ഇന്ത്യയും ഒരു 30 വർഷം മുമ്പ് ഞാൻ കളിച്ചു വളർന്ന ഇന്ത്യയും തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. കുൻ ഫയക്കുൻ ചെയ്ത അതേ ആൾ തന്നെയാണ് വന്ദേ മാതരം ചെയ്തത്, അതേ ആൾ തന്നെയാണ് മാതുജെ സലാം ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ ലിഗസിയെ മൊത്തം ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റിയിൽ അദ്ദേഹത്തിനെ മുഴുവൻ താറടിച്ച് കാണിക്കുന്ന ഒരു ഡിസ്ഗ്രേസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രവണതയാണ് ഞാൻ കണ്ടത്. എന്നെ ഷോക്ക് ചെയ്യുന്നത് അതാണ്. ഇതുവരെയുള്ള അക്കാഡമി ചെയർമാനുകൾ ഇരുന്ന ഒരു കസേരയിൽ നിന്നും ഇത്തവണത്തെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്രൈസിസാണ് ഞാൻ ഫേസ് ചെയ്തത്. അപ്പോൾ അറിയാതെ എനിക്ക് തൊണ്ട ഇടറിപ്പോയി, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഫോളോ ചെയ്യുമ്പോൾ ഞാനെങ്ങനെയാണ് സംഘീയാവുന്നത്? നമ്മുടെ രാജ്യത്തിനോട് കൂറ് കാണിക്കുന്നൊരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് മറുവശത്തേക്ക് പോകുന്നത്? ഞാൻ അങ്ങനെ പെട്ടെന്ന് ഉദിച്ചു വന്നൊരു ആളല്ല. അറിയാവുന്ന ആളുകൾക്ക് ഒരു വലിയ സ്ട്രഗിളാണ് എൻ്റെ പിന്നിലുള്ളത്. 2009 ഓസ്കാർ ലഭിച്ചതിന് ശേഷം റസൂൽ പൂക്കുട്ടിയുടെ ജീവിതം ആകപ്പാടെ മാറിയിട്ടുണ്ട്. ലോകയാത്രകൾ, പുതിയ പരീക്ഷണങ്ങൾ, പല നാടുകൾ, പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അതിനിടയിൽ ചില വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. വിവാദങ്ങൾക്കപ്പുറത്തേക്ക് എന്താണ് റസൂൽ പൂക്കുട്ടിക്ക് അതിനോട് പ്രതികരിക്കാനുള്ളത്, പറയാനുള്ളത്? അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയ ലോകം അദ്ദേഹത്തിൻ്റെ ഒപ്പമുണ്ട്. നമുക്ക് റസൂൽ പൂക്കുട്ടിയോട് സംസാരിക്കാം. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഈ 2009 ആ ഒരു ദിവസത്തിന് ശേഷമാണ് റസൂൽ പൂക്കുട്ടിയെ പല ആളുകളും അറിഞ്ഞു തുടങ്ങിയത്. അതിനുശേഷം താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് നാടുകളിൽ സഞ്ചരിച്ച് പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു, നിരന്തരമായിട്ട് യാത്ര ചെയ്യുന്നു, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ. എങ്ങനെയാണ്, ചെറുതായിട്ട് പറഞ്ഞാൽ, ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ചെറുതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ജീവിതം മാറി? ഒരു പാരഗ്രാഫിൽ പറയുകയാണെങ്കിൽ. ഈ 2009 നിങ്ങൾ എന്നെ അറിയുന്നതിന് മുൻപും ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ടായിരുന്നു, വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, പുറത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന കോർ ആളുകൾക്ക് എന്നെ അറിയാമായിരുന്നു. പൊതുവായ ഒരു പൊതുജനങ്ങൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. അതെ. അപ്പോൾ അതാരോ ഇടയ്ക്ക് ഇങ്ങനെ പറയണ്ടായി, നമുക്ക് ഓസ്കർ കിട്ടിയപ്പോൾ റസൂൽ നിങ്ങളിങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാറായി എന്ന് പറഞ്ഞു. മമ്മൂട്ടി മോഹൻലാലൊക്കെ ഇത്രയും നാളെടുത്തിട്ടാണ് സ്റ്റാറായത്, നിങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് സ്റ്റാറായി, യു ബിക്കം സ്റ്റാർ ഓവർനൈറ്റ്. അപ്പോൾ ഞാൻ മറുപടിയായിട്ട് പറഞ്ഞത് എൻ്റെ ആ രാത്രിക്ക് ഒരു 14 വർഷത്തെ ദൈർഘ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ പെട്ടെന്ന് ഉദിച്ചു വന്നൊരു ആളല്ല. അറിയാവുന്ന ആളുകൾക്ക് ഒരു വലിയ സ്ട്രഗിളാണ് എൻ്റെ പിന്നിലുള്ളത്. പിന്നെ നിങ്ങളൊക്കെ എന്നെ അറിയാൻ തുടങ്ങിയതും സിനിമയിൽ ശബ്ദത്തിൻ്റെ ഒരു സാങ്കേതിക വശം, അത് സാങ്കേതികമൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു എസ്തെറ്റിക്, ടെക്നോ എസ്തെറ്റിക് ഒരു വശമുണ്ടെന്നും അതിന് ഇത്രയധികം പോസിബിലിറ്റി ഉണ്ടെന്നും ഒരുപക്ഷെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് മലയാളത്തിൽ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ മൊത്തത്തിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഞങ്ങളുടെ ഓസ്കറിന് ശേഷമാണ്. എനിക്ക് റഹ്മാനും കിട്ടിയ ഓസ്കറിന് ശേഷമാണ്. അതിനപ്പുറം ജീവിതം ഒരുപാട് മാറി. എൻ്റെ ജീവിതം മാറിയതിനേക്കാൾ അപ്പുറമായിട്ട് ഞാൻ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റി എന്നുള്ളത് പറയുന്നതായിരിക്കും സത്യം. ചെറിയ ഉദാഹരണം പറയാം. ഒരിക്കൽ എനിക്ക് അവാർഡ് കിട്ടിയതിന് ശേഷം ഒരുപാട് ആളുകൾ ഇമെയിലൊക്കെ വരാറുണ്ട്. ഒരിക്കൽ ഒരാൾ എന്നെ ഫ്രാൻസിൽ നിന്ന് ഒരാൾ എനിക്കൊരു ഇമെയിൽ ചെയ്തു. ഐ എം ഫൊർഗെറ്റിംഗ് ഹിസ് നെയിം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഹി വാണ്ടഡ് മീ ടു വർക്ക് ഇൻ ദിസ് ഫിലിം. അപ്പോൾ ഒരു ഫ്രഞ്ച് ഫിലിം വർക്ക് ചെയ്യാനായിട്ട് എന്നെ തേടി വരികയാണ്. എൻ്റെ സിനിമ കണ്ടിട്ട്, സ്ലം ഡോഗ് കണ്ടിട്ട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞപ്പോൾ ഓക്കെ ആയിക്കോട്ടെ, എനിക്ക് ഐ എം ഓപ്പൺ ടു വർക്ക്, ഇൻ സോ ആൻഡ് സോ ഡേറ്റ് ഐ വിൽ ബി ബാക്ക് ഇൻ ബോംബെ, യു കം ഓവർ. അപ്പോൾ നമ്മളങ്ങനെ ഒരു മറുപടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതിന് ശേഷം അവർ വിളിക്കും, സംസാരിക്കും. കാരണം ഞാൻ ഈ എത്തിയതിൻ്റെ പിറ്റേന്ന് ഞാൻ എൻ്റെ സ്റ്റുഡിയോയിൽ എത്തുമ്പോൾ ഒരു ബെല്ലടിച്ചു. ഞാൻ ഡോർ തുറക്കുമ്പോൾ ഇയാൾ മുമ്പിക്കും. ഹീ ജസ്റ്റ് ലാൻഡഡ് അപ്പ്. അതുപോലെ മറ്റൊരു പയ്യൻ, എനിക്ക് ബഹറിൽ ടെലിവിഷനിൽ വർക്ക് ചെയ്യുന്ന ഒരു പയ്യൻ എനിക്കിങ്ങനെ എഴുതി, ഞാൻ വളരെയധികം സിനിമ സൗണ്ട് പഠിച്ചതാണ്, പക്ഷേ ജീവിക്കാൻ യാതൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ ടെലിവിഷൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ എനിക്ക് സിനിമയിൽ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ താല്പര്യം, ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ മനസ്സിൽ കരുതി പ്രാരാബ്ധങ്ങളുള്ള ആളായിരിക്കുമല്ലോ, ഞാൻ അങ്ങനെ ഒരു കാര്യം ചെയ്തു, നീ അടുത്ത വെക്കേഷൻ വരുമ്പോൾ എന്നെ വന്ന് കാണുമെന്ന് പറഞ്ഞു. ഇവൻ അടുത്ത മാസം ജോലിയും രാജ്യത്ത് ഷെഡ്യൂൾ വന്നു. അപ്പോൾ അങ്ങനെ ഒരുപാട് ആളുകൾ എൻ്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ പറയുന്ന ആൾ
പിന്നെ ബോളിവുഡിലെ ഏറ്റവും സക്സസ്ഫുള്ളായ ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. അവൻ MPSC നോമിനേഷൻ ഉൾപ്പെടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് കിട്ടിയിട്ടുണ്ട്. MPSC അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ പറയാം, എൻ്റെ ജീവിതം ഓഫ് കോഴ്സ് മാറി. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അറ്റൻഷൻ വന്നു. നിങ്ങളെല്ലാവരും എന്നെ അറിയാൻ തുടങ്ങി. പുറത്ത് പോകുമ്പോൾ ആൾക്കാർ ഇപ്പോഴും കാണുന്നു, കൂടെ നിൽക്കുന്നു, ഫോട്ടോ എടുക്കണമെന്ന് പറയുന്നു, ഓട്ടോഗ്രാഫ് വാങ്ങുന്നു. അത് ഞാൻ കരുതിയതൊക്കെ ഒരു കുറച്ച് കഴിയുമ്പോൾ ഡൈ ഔട്ടായി പോകുന്നവരാണ് കരുതി. പിന്നെ നമ്മുടെ ജീവിതത്തിന് എന്തോ റെലവൻസ് ഉണ്ട് എന്ന് മറ്റുള്ളവർ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കാൻ, അങ്ങനെ നമ്മളൊരു കേട്ടൊരു അറിവ് ഉണ്ടാകാൻ തുടങ്ങി എന്നുള്ളതല്ലാതെ എൻ്റെ ജീവിതം ഞാൻ പഴയതുപോലെ ഇപ്പോഴും ഓടി നടക്കുന്നു, ട്രാവൽ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. ഇപ്പം ഈ ജീവിത രീതിയെക്കുറിച്ച് പറയുമ്പോൾ മറ്റ് സാധാരണ ആളുകളുടെ ജീവിത രീതി അല്ലല്ലോ. ഇപ്പം ക്രിയേറ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ പലപ്പോഴും രാത്രിയുടെ അന്ത്യയാമങ്ങളിലൊക്കെ, ഇപ്പം പുലർച്ചെ 3 മണി വരെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ. ഉറക്കം ഒരു 4 മണിക്കൂർ, ഇങ്ങനെയൊക്കെയുള്ള ഈ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെയാണ്? ഈ നിങ്ങൾ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ചിലത് ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നു, അല്ലെങ്കിൽ മാറ്റി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഈ വ്യക്തിപരമായ ജീവിതം എന്ന് പറഞ്ഞ സാധനം ഇല്ല ബേസിക്കലി. അതായത് മൈ ലൈഫ് ഈസ് ഓൾസോ മൈ വർക്ക് ഈസ് മൈ ലൈഫ്. അപ്പം ഇതിലേറ്റവും അധികം നമുക്ക് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ടത് എൻ്റെ വൈഫിനാണ്. പുള്ളിക്കാരി കുട്ടികളുടെ പഠിത്തം, അവരുടെ ജീവിതം, അവരുടെ പിന്നെ ഭാവി, ഇതിനെയൊക്കെ നോക്കി പുള്ളിയുടെ കരിയർ മാറ്റി വെച്ചിട്ട്, പുള്ളിയുടെ ജോലി കളഞ്ഞിട്ട് അവർ ഇത് മാനേജ് ചെയ്യാൻ മുന്നോട്ട് വന്നു എന്നുള്ളിടത്താണ് എൻ്റെ വിജയം. അത് എനിക്ക് തോന്നുന്ന രീതിയിൽ എൻ്റെ സമയം ചെലവഴിക്കാൻ അവരെന്നെ അനുവദിക്കുന്നു, അവരെന്നെ ഒരു വീടിൻ്റെ ചുറ്റുവട്ടത്ത് പിടിച്ച് കെട്ടി നിർത്തുന്നില്ല എന്നുള്ളിടത്താണ് എൻ്റെ ഏറ്റവും വലിയ വിജയം. ഞാൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഖജനാവിൽ നിന്നെടുക്കുന്ന അനന്തമായ സമയമാണ് എന്നെ ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്നൊരു സംഭവം ഇല്ല. ടൈം യു ഡോണ്ട് ഹാവ് ടു മാനേജ്, ഇറ്റ് ജസ്റ്റ് ഫ്ലോസ്. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് യുവർ. പിന്നെ വർക്ക് ഈസ് ഓൾവേസ് മെനി എ ടൈംസ് ഇറ്റ് ഈസ് വെരി ഡെഡ് ലൈൻ ഡ്രിവൺ. സോ യു നോ ദാറ്റ് യു ഹാവ് ടു ഫിനിഷ് എ വർക്ക് ബൈ ദിസ് ടൈം. പിന്നെ നമുക്ക് ചിന്തിക്കാനുള്ള സമയമാണ്, വായിക്കാനുള്ള സമയം, ചിന്തിക്കാനുള്ള സമയം, പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനുള്ള സമയം, പഠിക്കാനുള്ള സമയം, പിന്നെ മറ്റുള്ളവരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനുള്ള സമയം. ഇത് എൻ്റെ ഒരു ടെക്നിക്കൽ സിനിമയുടെ സാങ്കേതിക വശം മാത്രമല്ല, മറ്റു പല ഏരിയകളിലും എൻ്റെ ഒരു പിന്നെ ഇൻട്രസ്റ്റ് മാത്രമല്ല, ആളുകളുടെ റിക്വസ്റ്റുകൾ അങ്ങനെ വരാൻ തുടങ്ങി. ഇപ്പം ലിറ്ററേച്ചർ ആയാലും, തിയേറ്റർ ആയാലും, ലിറ്റററി ഫെസ്റ്റിവൽസ് ആയാലും, ഇപ്പോൾ ബുക്സ് റിലീസായാലും, പുതിയ പുസ്തകങ്ങൾ എഴുതുന്നതാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പോൾ 2 പുസ്തകങ്ങൾ എഴുതാൻ ഞാൻ വാക്ക് കൊടുത്തിട്ട് അതിന് സമയം കിട്ടാതെ ഇരിക്കുകയാണ്. ഒരു പുസ്തകം ഞാൻ എഴുതി തീർത്തു, അത് പബ്ലിഷ് ചെയ്യാൻ ബാക്കിയുണ്ട്. ഐ സ്റ്റാർട്ട് റൈറ്റിംഗ് പോയട്രീസ് നാവും. അപ്പോൾ എനിക്ക് എൻ്റെ പോയട്രീൻ്റെ ബുക്ക് ഇപ്പോൾ ഇറക്കണമെന്നുണ്ട്. അത് മോസ്റ്റ് ഓഫ് ഇറ്റ് ഈസ് ഇൻ ഇംഗ്ലീഷ്, ബട്ട് അത് എൻ്റെ പ്രിയ സുഹൃത്ത് ബൈജു നടരാജനുമായിട്ട് ചേർന്നിട്ട് അത് എൻ്റെ ഒരു മലയാളം തർജ്ജമയും ഇംഗ്ലീഷും കൂടെ ചേർത്തിട്ട് മലയാളം ഇംഗ്ലീഷ് ഒരു 25 പോയട്രീസ്. അപ്പം ഇതൊക്കെ ഞാൻ ഇപ്പോൾ 25 കവിതകൾ എഴുതുന്നതന്നെ ഞാനിരുന്ന് പിന്നെ ബോംബെയിൽ നിന്ന് ദുബൈക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിലിരിക്കുന്നു, കോഫി കുടിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു. ഇതൊരു ഇൻഫ്ലക്സ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. ആ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ ചെയ്യണമെന്ന് തോന്നുന്നു, പടപടപടാന്ന് ചെയ്യുന്നു. ഇങ്ങനെയാണ് ഇതിനൊരു പ്രത്യേകിച്ച് സമയം വേണം, അല്ലെങ്കിൽ ഇന്നൊരു അന്തരീക്ഷം വേണം, അങ്ങനെയൊന്നുമില്ല. എവിടെ വേണമെങ്കിൽ നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഈ കവിത അതുപോലുള്ള ഒരു സൈലൻസ് ആവശ്യമാണെന്ന് പൊതുവേ പറയാറുണ്ട്. ഈ ഒരു ശാന്തത, ഒരു ഏകാന്തത, ഒറ്റയ്ക്കിരിക്കുക, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ. ഒറ്റയ്ക്കിരിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് പോയി ഇരിക്കുക എന്നുള്ളതല്ല, നമുക്ക് സ്വയം ഒരു ഏകാന്തത സൃഷ്ടിച്ച് കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് കുറിച്ച് പലരും പറയാറുണ്ട്. കവിതയാണെങ്കിലും എഴുത്തിൻ്റെ രീതികൾ അങ്ങനെയാണ്. ആക്ടിവിറ്റി, ഇപ്പം ഒരു ക്രിയേറ്റീവായിട്ടൊരു കാർട്ടൂൺ വരയ്ക്കുന്നു, അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണമല്ലോ. വേറെ ഒരുപാട് ശബ്ദങ്ങൾ, നിങ്ങളാണെങ്കിൽ ശബ്ദത്തിൻ്റെ ആളുമാണ്. എനിക്കൊരു സുഹൃത്തുണ്ട്, എഴുത്തുകാരനാണ്. പുള്ളി സിനിമയാണ് അധികം എഴുതുന്നത്. കുറേ അധികം നല്ല സിനിമകൾ എഴുതിയിട്ടുണ്ട്. പുള്ളി സ്റ്റാർബക്സിൽ നിന്ന് സിനിമ എഴുതുള്ളൂ, കോഫി ഷോപ്പിൽ നിന്ന്. പുള്ളിക്ക് ശബ്ദം മൊത്തം കേട്ടില്ലെങ്കിൽ എഴുത്ത് വരില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. ഗ്ലെൻ ഗൂഡ് എന്ന് പറഞ്ഞൊരു കമ്പോസറുണ്ട്. കക്ഷി കമ്പോസ് ചെയ്യുന്ന മുഴുവൻ, മ്യൂസിക് റൈറ്റ് ചെയ്യുന്ന മുഴുവൻ കോഫി ഷോപ്പുകളിലാണ്. ശബ്ദം കേട്ടിട്ടാണ് കക്ഷി ചെയ്യുന്നത്. അപ്പം പലർക്കും പല രീതിയിലാണ്. പിന്നെ ഞാൻ നിരന്തരമായി ശബ്ദം വർക്ക് ചെയ്യുന്നതുകൊണ്ട്, നിരന്തരമായി ശബ്ദം കേൾക്കുന്നത് കൊണ്ടും എനിക്ക് വീട്ടിൽ വരുമ്പോൾ ശാന്തത വേണം. ഞാൻ ആദ്യം ചെയ്യുന്ന TV ഓഫാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വീട്ടുകാർക്ക് വലിയ പ്രശ്നമാണത്. കാരണം അവർ എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു പക്ഷേ വൈകുന്നേരം ഒന്ന് TV കാണാനിരിക്കുമ്പോഴേക്കും നമ്മൾ കയറി ചെന്നിട്ട് TV ഓഫാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണമെന്നില്ല. ഒറ്റയ്ക്കിരിക്കുന്ന ഇഷ്ടമാണ്,
വെറുതെ ഒന്നും പറയാതെ മിണ്ടാണ്ടിരിക്കുന്നതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഇഷ്ടമാണ്. അതൊക്കെ ഒരു മൊമെൻറ്റിൽ ഇങ്ങനെ വന്നു. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പം സ്വിച്ച് ഓഫ് ആവും. ഞാൻ എന്താ നടക്കുന്നതെന്നും പോലും അറിയത്തില്ല. ഞാൻ എൻ്റേതായ ഒരു വേൾഡിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ബൗട്ട് ഓഫ് അപ്സ് ആൻഡ് ഡൗൺസ് കീപ് ഹാപ്പനിങ്. ഹോളിവുഡിലെ ഈ നമ്മുടെ എയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ കത്തി നിൽക്കുകയാണ്. ഇപ്പം സമരങ്ങൾ നടക്കുന്നു, ആളുകളുടെ ജോലി പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ആശങ്കയും പ്രതിസന്ധിയൊക്കെ. അതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? അതിൽ നിങ്ങളൊരു ലോക സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഹോളിവുഡിൽ? ജനറേറ്റീവ് AI ആണ് ഏറ്റവും പ്രശ്നം. നമ്മൾ അതിനെയാണ് ടാക്കിൾ ചെയ്യേണ്ടത്. കാര്യം AI എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. AI എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ടെക്നോളജി ഈസ് ജസ്റ്റ് എ ടൂൾ. ഇപ്പോൾ നമ്മൾ ഏർലി 2000 എങ്ങനെയാണ് നമ്മൾ ഇൻ്റർനെറ്റിനെ കണ്ടത് അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനെ കണ്ടത്, അതുപോലെയാണ്. സോ നെക്സ്റ്റ് 10 years ഈസ് ഗോയിങ് ടു ബി ഹൗ 2010 to 2020 how our life has changed through internet. That's how it's going to be changing. AI is going to change. പക്ഷേ ഇതിൽ എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഹ്യൂജ് പോസിബിലിറ്റീസ് ഉണ്ട്. നമ്മൾ ഈ പോസിബിലിറ്റീസിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പം നമുക്ക് ഫാർ മോർ പ്രിസൈസ് ജഡ്ജ്മെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും AI വെച്ചിട്ട്. ഫാർ മോർ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം ചെയ്യിക്കാൻ ഒരാൾ വേണം. പ്രധാന പ്രശ്നം നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ക്രിയേറ്റീവ് സ്പേസിൽ നമുക്ക് ചലഞ്ച് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനറേറ്റീവ് AI ആണ്. അതിപ്പോൾ എഴുത്ത് എന്ന് പറയുന്ന സംഭവം, ഒരു പുതിയൊരു കഥ ഉണ്ടാക്കുക. അപ്പം ലോകത്തിൽ പറയപ്പെടുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ലോകത്തിലാകെ നമ്മൾ എല്ലാ കഥകളെടുത്താലും ആകെ 36 പ്ലോട്ടേ ഉള്ളൂ. 36 പ്ലോട്ട് ഓഫ് പൾട്ടി എന്ന് പറയും. അതൊരു അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലോകത്തിലുണ്ടാക്കുന്ന കഥകളെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ലവ് സ്റ്റോറി, ബോയ് മീറ്റ്സ് എ ഗേൾ, ഇതാണ് അതിൻ്റെ പ്ലോട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ മെഷീൻ ലേണിങ്ങിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഈ അവൈലബിൾ ആയ ഡേറ്റ എല്ലാം അവർക്ക് അറിയാം. എന്നിട്ട് നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്താൽ ആ ഡേറ്റയിൽ നിന്ന് അവർക്ക് എക്സ്ട്രാപോളേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം സ്റ്റുഡിയോകൾ പണം ചെലവഴിക്കാൻ താല്പര്യമില്ലാത്ത എപ്പോഴും ഈ കുറച്ച് പൈസ ചിലവാക്കുക, കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്നുള്ള കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഇവർക്കൊരു വ്യത്യസ്തമായൊരു സാധനം ചെയ്യാൻ ഒരു റൈറ്ററിൻ്റെ ആവശ്യമില്ലാത്തൊരവസ്ഥ വരും. അതൊരു ക്രിയേറ്റീവ് പേഴ്സൻ്റെ ആവശ്യമില്ലാത്ത ആവശ്യം. അതൊരു ക്രിയേറ്റീവ് പേഴ്സണെ മാനേജ് ചെയ്യുന്ന ആളുകൾ മാത്രം മതി എന്നൊരവസ്ഥ വരും. അവിടെയാണ് നമുക്ക് പ്രശ്നം. അവിടെയാണ് ഹോളിവുഡ് സ്ട്രൈക്കിന് പോയത്. സ്റ്റുഡിയോകൾ AI ഉപയോഗിച്ച് റൈറ്റിംഗ്സ് പാടില്ല. ഇപ്പം പിന്നെ ഹോളിവുഡിലെ വേറെ ഒരുപാട് ഗിൽഡ് അവാർഡ്സിന് ഇപ്പം എൻ്റെ ഗിൽഡ്, സൗണ്ട് ഡിസൈനേഴ്സ് ഗിൽഡ്, MPSC, ജനറേറ്റീവ് AI ഉപയോഗിക്കുന്ന ഒരു വർക്കുകളും അവർ അവാർഡിന് പരിഗണിക്കത്തില്ല. അതിൽ നിങ്ങളില്ല, നിങ്ങളുടെ വോയിസ് ഇല്ല, നിങ്ങളുടെ യുണീക്കായിട്ടൊരു ആർട്ടിസ്റ്റിക് വോയിസ് ഇല്ല. അപ്പോൾ അതിന് അവാർഡ് റെക്കഗ്നൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത് എത്രത്തോളം നമുക്കിത് കൗണ്ടർ ചെയ്യാൻ പറ്റും എന്ന് നമുക്കറിയത്തില്ല. ഈ അവാർഡുകൾക്ക് എടുക്കുന്നില്ലെങ്കിൽ പോലും അത് ജോലികൾ ഇല്ലാതാക്കുന്ന ഒരു വിഷയം ആണെന്ന് പറയും. ഇപ്പം മ്യൂസിക് കമ്പോസ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ അനിമേഷൻ ഫിലിമിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നു. ഇതിനെല്ലാം 10, 20, 30 അല്ലെങ്കിൽ 100 പേരൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് ചെയ്യാവുന്ന രീതിയിലേക്ക് അത് മാറുമ്പോൾ അതെങ്ങനെയാണത്? അതിൻ്റെ ഒരു നിങ്ങളുടെ സെറ്റുകളിൽ അത് സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല, അത് പറയുന്നത് ഒരു ഹോളിവുഡ് റിപ്പോർട്ട് പറയുന്നത് ഒരു 45% എക്സിസ്റ്റിംഗ് ജോബ് പോകും എന്നാണ് പറയുന്നത്. അത് ഉറപ്പാണ്. അപ്പം പണ്ട് നമ്മൾ കമ്പ്യൂട്ടർ വരുമ്പം നമ്മുടെ ക്ലർക്കന്മാരുടെ ജോലിയെല്ലാം പോകുമെന്ന് നമ്മൾ പറഞ്ഞ് പേടിച്ചിരുന്നല്ലോ. അപ്പം അതേ ഒരു സിറ്റുവേഷനാണ്. ഓഫ് കോഴ്സ് സം പീപ്പിൾ വിൽ ലൂസ് ദ ജോബ്, someone else will get the job, some new specialization will come. So I think it's going to get balanced. It's not going to be losing proposition. സിനിമയിൽ സൗണ്ട് വന്നപ്പോൾ പാട്ട് പാടാൻ അറിയാത്ത ആക്ടർമാർക്കെല്ലാം ജോലി പോയി. പാട്ട് പാടി അഭിനയിക്കുന്ന ആൾക്കാർക്കൊക്കെ ജോലി വന്നു. ആ ഒരു ഫേസ് ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതുപോലൊരു ഫേസായിട്ട് അതിനെ കാണുന്നത്. ഇത് എന്നെ സംബന്ധിച്ചോളം വലിയ ചലഞ്ചൊന്നുമല്ല. ബിക്കോസ് ഐ ബീൻ യൂസിങ് AI based plugins, AI based workflow for the last 4-5 years. അപ്പോൾ ഇറ്റ്സ് ഓൺലി ഹെൽപ്പ് മീ. ഇപ്പം ഞാനിപ്പോൾ ലാസ്റ്റ് സിനിമ തെരെ ഇഷ്ക് മേ ചെയ്യുമ്പോൾ അതിൽ ധനുഷിൻ്റെ ക്യാരക്ടർ ഒരു തമിഴ് കുടുംബത്തിൽ ജനിച്ച് ഡൽഹിയിൽ വളർന്നൊരു പയ്യനാണ്. അപ്പം അയാൾ പറയുന്ന ഹിന്ദിക്ക് ഒരു തമിഴ് ഷോയുണ്ട്. അപ്പോൾ നമ്മൾ സിങ് സൗണ്ട് ചെയ്തു, എന്നിട്ട് കുറേ ധനുഷിനെ കൊണ്ട് നമ്മൾ കറക്ഷൻ ഡബ് ചെയ്തു ഒക്കെ മാനേജ് ചെയ്ത് പോകുന്നു.
അപ്പോൾ ഇത് ഈ സിനിമ അങ്ങോട്ട് ഗ്രോ ചെയ്ത് പോകുമ്പോൾ ഒരു ഹിന്ദി ഓഡിയൻസിൻ്റെ ഉള്ളിൽ ഇയാൾ കുറച്ച് കഴിയുമ്പോൾ ഇയാളൊരു നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്ന അല്ലെങ്കിൽ തമിഴ് ചുവയില്ലാത്തൊരു ഒരു ഫിഗറായിട്ട് മാറും. നമ്മുടെ ഒരു സൈക്കോളജിക്കലി അങ്ങനെ മാറും. നമ്മൾ ഇനിഷ്യലി ഒരു ക്യാരക്ടറൈസേഷൻ അങ്ങനെ ചെയ്തുവെങ്കിലും പിന്നീട് നമ്മൾ ഒരാളുമായിട്ട് ഐഡൻറ്റിഫൈ ആണല്ലോ. ഈ ഐഡൻറ്റിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഈ ഓതൻറ്റിസിറ്റി പാടില്ല. അത്ര ഒരു ക്വസ്റ്റ്യൻ വരും, ആ ഒരു സിറ്റുവേഷൻ വരും. അങ്ങനെ വന്നപ്പോൾ എനിക്ക് ധനുഷ് ചെയ്ത ഒരു വോയിസ് ഓവർ അതുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥ വന്നു. അത് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമാണ്. ഞാൻ ഡയറക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പം പിന്നെ റസൂൽ പറയുന്നത് കറക്റ്റാണ്. അപ്പോൾ ഒരു നോർമൽ ഹിന്ദി ഓഡിയൻസ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ഇയാൾ പറയുന്ന ഹിന്ദിക്ക് കൃത്യമായ ഹിന്ദി ആക്സെൻ്റ് ഒരു ഹിന്ദിക്കാരൻ പറയുന്നത് പോലെ ആയിരിക്കണം. അപ്പോൾ ഞാൻ AI ഉപയോഗിച്ചു. അതിന് വേണ്ടിയിട്ട് ഞാൻ AI ഉപയോഗിച്ചു. അതായത് വലിയ പ്രോസസ്സാണത്, ഹ്യൂജ് മെഷീൻ ലേണിംഗ് പ്രോസസ്സ്. അതായത് എക്സിസ്റ്റിംഗ് ഇയാളുടെ വോയിസ് പല എക്സ്പ്രഷൻസുള്ള വോയിസസ് കൊടുക്കുക, മെഷീൻ ലേൺ ചെയ്യുക, എന്നിട്ട് പ്രോപ്പറായിട്ട് ഹിന്ദി സംസാരിക്കുന്ന ഒരാളെ കൊണ്ട് ആ പർട്ടിക്കുലർ വോയിസ് ഓവർ ഡബ് ചെയ്യിച്ചിട്ട് ഈ കറക്റ്റ് ഡിക്ഷൻ ഉള്ള വോയിസ് മറ്റേയാളുടെ വോയിസാക്കി കൺവേർട്ട് ചെയ്യാം. അതിന് ന്യൂറൽ സ്പീച്ച് കൺവേർഷൻ എന്ന് പറയും. അത് ചെയ്ത് അതാണ് നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചത്. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മനസ്സിലാകത്തില്ല ഇതിങ്ങനെയൊക്കെ ചെയ്തതാണ്. അപ്പോൾ AI ഈസ് എ പാർട്ട് ഓഫ് അവർ വർക്ക് ഫ്ലോ. There's nothing to be. മരിച്ച ആളുകളുടെ ശബ്ദം വീണ്ടും ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ഇത് നിങ്ങൾ AI കേൾക്കുന്നതിന് മുൻപ് കൊച്ചടിയൻ എന്ന സിനിമയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. കൊച്ചടിയൻ എന്ന സിനിമയിൽ പിന്നെ രജനീകാന്തിൻ്റെ കൂടെ അഭിനയിച്ച ഒരാൾ, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അത് നമ്മളന്ന് ഫോട്ടോ റിയലിസം വെച്ച് ചെയ്തിട്ടുള്ള സിനിമയാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ വോയിസ് ഞാൻ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊച്ചടിയനിപ്പോൾ ചെയ്തിട്ട് എത്ര ആളായി? ഇപ്പോൾ 2014 15 ചെയ്തതാണ്. അല്ല, അതിനകത്ത് വേറൊരു സംഭവമുണ്ട്. അതിനകത്തൊരു ഒരു 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 റൈറ്റ് എന്നൊരു സംഭവമുണ്ട്. എൻ്റെ ഇമേജ്, എൻ്റെ ശബ്ദം, എൻ്റെ ക്രിയേറ്റീവ് പേഴ്സണാലിറ്റി, എത്തിക്സിൻ്റെ വിഷയം. അത് എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ദാറ്റ് ഓഫ് കോഴ്സ് ദാറ്റ് വി ഹാവ് ടു അക്നോളജ് ആൻഡ് വി ഹാവ് ടു ഇഫ് ദർ ആർ മോണിറ്റൈസേഷൻ ദിസ് ടു ബി ഡൺ, ഇറ്റ് ഹാസ് ടു ബി ഡൺ. അത് ദർ ഇസ് നോ ക്വസ്റ്റ്യൻ അബൌട്ട് ഇറ്റ്. നമ്മൾ അതല്ല പറയുന്നത്, അതെല്ലാം അണ്ടർസ്റ്റുഡാണ്. അതിന് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. Usage and possibility of a system that we can there is no limit for imagination എന്നൊരു സംഭവത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് നിൽക്കുകയാണ്. ഈ ഗൂഗിൾ ക്ലൗഡിൻ്റെ മേധാവിയായിട്ട് ഇടയ്ക്ക് സംസാരിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് ബോളിവുഡിലൊക്കെ ഇപ്പം ഈ മറ്റ് ലൊക്കേഷനുകളിൽ പോയിട്ട് സിനിമ ചെയ്യുന്നതിൻ്റെ അതിൻ്റെ കോസ്റ്റ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് AI ഉപയോഗിച്ച്, അതായത് ഏറ്റവും മനോഹരമായിട്ടുള്ള ലോകത്തിലെ ലൊക്കേഷനുകളിൽ പോകാതെ തന്നെ അത് അവിടെ പാട്ടുപാടി നടക്കുന്ന നായകനും നായികയും അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ ചിത്രീകരിക്കാൻ പറ്റും. അതിനെ ചെയ്യാമല്ലോ. ഇപ്പം വയക്കോം വയക്കോമാണ് വാർണർ ബ്രദേഴ്സ് ആണെന്ന് 2 വർഷം മുമ്പ് ഇന്ത്യയിൽ വന്നിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നിട്ട് ഇന്ത്യയുടെ പെർമിഷൻ എടുത്തിട്ട് എല്ലാ പ്രധാനപ്പെട്ട ലൊക്കേഷനിൽ പോയിട്ട് അവർ പ്ലേറ്റ്സ് ഷൂട്ട് ചെയ്തു. ബോംബെ വരിക, ബോംബെ പ്ലേറ്റ് ഷൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഫർദർ ദിസ് ഗോയിങ് ടു ബി എ ബിഗ് ബിസിനസ്. ഇപ്പോൾ നമുക്കിപ്പം ഒരു ഇമേജ് വേണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് ഓസ്കർ കിട്ടിയ പിന്നെ ഹൈ റെസൊല്യൂഷൻ ഇമേജ് വേണമെങ്കിൽ ഞാൻ ഐ ഹാവ് ടു ബൈ ഇറ്റ് ഫ്രം ഗെറ്റ് ഇമേജസ്, അല്ലെങ്കിൽ അതുപോലുള്ള ഏതെങ്കിലും പോർട്ടലിൽ നിന്ന് വാങ്ങണം. ഇറ്റ് ഈസ് മൈ ഓൺ ഇമേജ് ബട്ട് ഐ ഹാവ് ടു പേ ടു ബൈ ഇറ്റ്. മനസ്സിലായില്ലേ? അതുപോലെ ടുമാറോ ദർ വിൽ ബി സം പീപ്പിൾ ആർ ഗോയിങ് ടു ബി ഹോൾഡിങ് ദ റൈറ്റ്സ് ഓഫ് ഇമേജസ്, then you have to lend it. The advantage is that you don't have to travel all the way to that particular place and shoot, and so it's going to be very easy. It's going to be easy. Virtual production suite is already a reality and we are shooting and we are doing it. So adella easy alle. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ വേറൊരു ചോദ്യം, ഇപ്പം നമ്മുടെ AI ചെയ്യുന്നത് ഇപ്പം നിലവിലുള്ള ഡേറ്റ എല്ലാം കൊണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ സ്വന്തം നിലയ്ക്ക് ഡേറ്റ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾ ചെയ്യാനുള്ള ഒരു താല്പര്യം നശിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ട രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതോടുകൂടി ഈ സർഗാത്മകതയുടെ വീണ്ടും വീണ്ടും ഉള്ള ആവിഷ്കാരങ്ങൾ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ടോ? അതെങ്ങനെയാണ് ബാധിക്കുന്നത്? നമ്മൾ എഞ്ചുറി വെച്ച് കണക്ക് പഠിച്ചു. കാൽക്കുലേറ്റർ വന്നപ്പോൾ നമ്മൾ വിസ്തൃത മനപ്പാടം വിട്ടു കളഞ്ഞോ? ഇല്ലല്ലോ. കാൽക്കുലേറ്റർ വന്നപ്പോൾ നമുക്കത് ഈസി ആയിട്ടല്ലേ ഉള്ളൂ.
അതുപോലെയാണ് ഇത്. പുതിയൊരു സംഭവം വന്നു. നമുക്ക് പുതിയ രീതിയിൽ എഴുതാൻ പറ്റും. ഉദാഹരണമായിട്ട് ഡിജിറ്റൽ വന്നപ്പോൾ വളരെ പണ്ട്, അതായത് 2004 കാലഘട്ടത്തിൽ, ഏർലി 2000 കാലഘട്ടത്തിൽ മണി കൗൾ അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്ങും ഒക്കെ ഡെൻമാർക്കിൽ ഫിനിഷ് ചെയ്തിട്ട് കക്ഷി ബോംബെക്ക് വന്ന് ഞങ്ങളെയൊക്കെ മീറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുകയുണ്ടായി, ദിസ് ഡിജിറ്റൽ ഈസ് ഗോയിങ് ടു ബി സംതിങ് ഈസ് ഗോയിങ് ടു ഡെമോക്രറ്റൈസ് ഫിലിം മേക്കിംഗ്. Like tomorrow there will be a time where people are going to be writing with camera. Pen and paper is no more going to be used to write. അദ്ദേഹം പറയുണ്ടായി. അപ്പം അന്ന് നമ്മളിത് കേൾക്കുമ്പോൾ ഇത് വളരെ ഫാർ ഫെച്ച്ഡ് ആയ ഒരു ഐഡിയ ആയിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതങ്ങനെയല്ല. ഇന്ന് നോക്കൂ, എവറി ഇൻസ്റ്റഗ്രാം, എവറി യൂട്യൂബർ, എവറി ട്വിറ്റർ, എവറി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, everybody is talking, everybody is creating content. Everyone is interacting with their fellow beings, and they have followers, they're monetizing. So which means they started writing. So writing is no more pen and paper. It can be anything, So that's an extrapolation of technology. So AI is going to be something like that. Someone is going to lose, someone is going to gain. ഈ സന്തോഷിക്കുന്ന ദിനങ്ങൾ പെട്ടെന്ന് ആളുകൾ മറന്നു പോകും, പക്ഷേ കരയുന്ന ദിനങ്ങൾ ഓർത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് താങ്കളൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് ശോകമാണല്ലോ. ശോകമാണോ? ആണ്. അതല്ലേ നമ്മൾ റസൂലിൻ്റെ ആണോ അതോ? അല്ല, ഞാൻ പൊതുവെ പറയാം, ലോകത്തിൻ്റെ. നമ്മൾ സ്ഥായിയായൊരു ഭാവം, നമ്മൾ ഓർക്കുന്നത് എപ്പോഴും നമ്മളെ കരയിപ്പിച്ച സംഭവമാണ് ഓർക്കുന്നത്. സന്തോഷം പെട്ടെന്നൊരു നിമിഷം കൊണ്ട് നമ്മൾ മറന്നു പോകും. അതൊരു കയറ്റമല്ല, ഇറക്കമാണല്ലോ ബുദ്ധിമുട്ട്. എന്താണ് ചോദിക്കാൻ വന്നത്? അല്ല, അത് എന്താണെന്ന് ചോദിക്കുന്നത്. ആ ഒരു കരച്ചിലിൻ്റെ ഒരു പൊതുവേ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഞാൻ വളരെ സെൻസിറ്റീവാണ്. അതാണല്ലോ ഒരു പക്ഷേ അതായിരിക്കും ഒരു ആർട്ടിസ്റ്റ് ഇൻസൈഡ് മീ ഈസ് വെരി സെൻസിറ്റീവ്. ഐ ക്രൈ അറ്റ് വെരി സ്മോൾ തിങ്സ്. ഐ ക്രൈ ഇഫ് സംബഡി ടോക്സ്. ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച എനിക്ക് നമ്മുടെ ആഴിമല അമ്പലത്തിൽ എനിക്കൊരു അവാർഡ് വരികയുണ്ടായി, ശിവൻ്റെ അമ്പലത്തിൽ. അപ്പോൾ ഞാൻ അവിടെ എന്തോ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാതെ എൻ്റെ തൊണ്ട ഇടറിപ്പോയി. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. കാര്യം വിളക്കുവാറ അമ്പലം ഞങ്ങൾ കുട്ടികളെല്ലാം കൂടാണ് അമ്പലത്തിൽ, പിന്നെ അയ്യപ്പൻ്റെ സമയത്ത്, അതായത് ശബരിമല സീസൺ, ഞങ്ങളാണ് പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും വിതരണം ചെയ്യുന്നത്. എൻ്റെ അരങ്ങേറ്റം അവിടെയായിരുന്നു. എൻ്റെ ബാപ്പയായിരുന്നു വിളക്കുവാറ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ കമ്മിറ്റിയുടെ ആദ്യത്തെ ചെയർമാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടുവന്നൊരു അമ്പലമാണ്. അവിടെ ഞങ്ങളെല്ലാവരും ആണ് ഒരുമിച്ച്. അവിടെ നമുക്ക് ഹിന്ദുക്കളെന്നോ മുസ്ലിങ്ങളെന്നോ ക്രിസ്ത്യനെന്നോ, അവിടെ ആ അമ്പലത്തിൽ ഇപ്പോഴും, അമ്പലത്തിൻ്റെ അകത്ത് കയറി നിന്ന് ഇപ്പോഴും അവിടെ അനൗൺസ്മെൻറ്റ് നടത്തുന്ന ജോണച്ചായൻ എന്ന് പറയുന്ന അച്ചായനാണ്. ഞാൻ അങ്ങനെയൊക്കെയാണ് വളർന്നു വന്നത്. ക്രിസ്മസിന് ഞങ്ങളെല്ലാം കരോൾ പോകുമായിരുന്നു. പിന്നെ എല്ലാ ശിവരാത്രിക്കും ഞങ്ങൾ എത്രയോ ശിവരാത്രികൾ ഞാൻ ഉണർന്നിരിക്കുന്നു. എനിക്ക് ഓസ്കാർ കിട്ടിയത് ശിവരാത്രിക്കാണ്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഒരു ശിവൻ്റെ അമ്പലത്തിൽ എന്നെ വിളിച്ച് എനിക്കൊരു അവാർഡ് തരുമ്പോൾ, അവിടുത്തെ ഏറ്റവും വലിയ അവാർഡ് ശശിധരനാണ് മുമ്പ് കൊടുത്തത്, തരുമ്പോൾ എന്നെ അങ്ങനെ ആദരിക്കുമ്പോൾ എനിക്ക് പറയാതെ വയ്യ. ആ ഒരു കാര്യം എനിക്ക് പറയാതെ വയ്യ. വർത്തമാനകാലത്തിലെ ഇന്ത്യയും ഒരു 30 വർഷം മുമ്പ് ഞാൻ കളിച്ചു വളർന്ന ഇന്ത്യയും തമ്മിലുള്ളൊരു വ്യത്യാസം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓടി വന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഉണ്ടായിട്ടുള്ളത്. ഇന്നെല്ലാം ഭാവഭേദങ്ങളാണ്. അപ്പോൾ അറിയാതെ എനിക്ക് തൊണ്ട ഇടറിപ്പോയി, എനിക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി. അപ്പം അങ്ങനെയാണല്ലോ, ഞാൻ ഒരു സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ആദ്യം കരയുന്നത്. ഞാൻ കരയുന്നുവെങ്കിൽ ഞാൻ അത് കാണുന്ന ഓഡിയൻസും കരയും. നമ്മളെപ്പോഴും ഇമോഷനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആളുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് എവറി ഡേ യു ആർ അഫക്റ്റഡ്. You go through a lot of emotions every day. So sometime, when you come home, the only people whom you can take it on is your family. So family sometimes takes the brunt of the whole thing. So, but I enjoy it. I enjoy being an artist because I'm sensitive. And the whole thing about ഞാനൊരു ബുക്ക് റിലീസിന് പോകണ്ടായത്, ജഗത് മുരാരി എന്ന് അദ്ദേഹം പറയുന്നൊരു ബുക്ക്. അദ്ദേഹം FTA ആദ്യത്തെ ഡയറക്ടറും ഒക്കെ ആയിരുന്നു. ഫസ്റ്റ് ബാച്ച് FTA സെറ്റപ്പ് ചെയ്ത പുള്ളിയാണ്. അടൂർ ഗോപാലകൃഷ്ണനൊക്കെ പഠിച്ച സമയത്തുള്ള FTA ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, മേക്കർ ഓഫ് ഫിലിം മേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അതിലൊരു ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് I think through the film education this institute will make some people better human beings, sensitive human beings. Sometimes it also create rebels,
So I am both. The institute has made me a very sensitive human being. At the same time, it also made me a rebel. And I enjoy both the aspects. I think that's what defines me. എ ആർ റഹ്മാൻ്റെ ഒരു പ്രസ്ഥാനം വന്നിരുന്നല്ലോ, ബോളിവുഡിലെ അവസരങ്ങൾ കുറയുന്നു, അതുകൊണ്ട് മികച്ചവരല്ലാത്ത ആളുകൾക്ക് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരുപാട് വിവാദമായി, രണ്ട് പക്ഷമായിട്ട് നിന്ന്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? അല്ല, റഹ്മാൻ മികച്ചവരല്ലാത്തവർക്ക് അവസരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ല. റഹ്മാൻ പറഞ്ഞത് ഇങ്ങനെ പല അവസരങ്ങളും അദ്ദേഹത്തിന് കിട്ടാതെ പോയപ്പോൾ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടു. ഓ, അങ്ങനെയാണ് അത്. he said, I heard whispers and people have told me എന്നാ കക്ഷി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, he said, it might also be communal എന്ന് പറഞ്ഞു. he said it in a passage. ഞാൻ പറയുന്നത്, എന്നെ അതിൽ സർപ്രൈസ് ചെയ്തത് അതൊന്നുമല്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിന് തോന്നിയ കാര്യം, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് മറ്റുള്ളവർ പറഞ്ഞ കാര്യം അയാൾ എക്സ്പ്രസ് ചെയ്തു. അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തു. വാട്ട് ഫോളോഡ് ദാറ്റ് തിങ് ഈസ് ദ മോസ്റ്റ് ഷോക്കിംഗ് തിങ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂസിഫൈ ചെയ്യുക, അദ്ദേഹം പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റിലീജിയൻ വലിച്ചേച്ചു കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ ഫാമിലി വലിച്ചേച്ചു കൊണ്ടുവരിക, അദ്ദേഹത്തിൻ്റെ വർക്കുകളെ താറടിച്ച് കാണിക്കുക. കുൻ ഫയക്കുൻ ചെയ്ത അതേ ആൾ തന്നെയാണ് വന്ദേ മാതരവും ചെയ്തത്, അതേ ആൾ തന്നെയാണ് മാതുജെ സലാം ചെയ്തത്. അപ്പം അദ്ദേഹത്തിൻ്റെ ലിഗസിയെ മൊത്തം ഒരു റിലീജിയസ് ഐഡൻറ്റിറ്റിയിൽ അദ്ദേഹത്തിനെ മുഴുവൻ താറടിച്ച് കാണിക്കുന്ന ഒരു ഡിസ്ഗ്രേസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വലിയ പ്രവണതയാണ് ഞാൻ കണ്ടത്. എന്നെ ഷോക്ക് ചെയ്യുന്നത് അതാണ്. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇന്ന് വർത്തമാന ഇന്ത്യയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ലേ? നമുക്ക് തോന്നിയ കാര്യം പറയാൻ പറ്റില്ലേ? അത് പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടെന്നല്ലേ അതിനെ ഫോളോ ചെയ്തുണ്ടായ എല്ലാ ഡിസ്കഷനുകളും, എല്ലാ ഒച്ചപ്പാടും ബഹളങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ നമുക്കിത് പറയാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതേസമയം വിനോദ് ഖന്ന ഇത് വളരെ പച്ചയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബോളിവുഡിൽ ഇന്ന രീതിയിൽ കോൺഗ്രസ് ഇതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അന്ന് അദ്ദേഹം കോൺഗ്രസിൻ്റെ MP ആയിരുന്നു. BJP ഇതാണ് ചെയ്യാൻ ശ്രമിക്കുന്നത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അന്ന് അദ്ദേഹം പറഞ്ഞ കാലഘട്ടത്തിൽ ഇതാരും ഒരു ഡിസ്കഷൻ ആയിട്ടില്ല, ഇതൊരു ഇത്ര വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ടില്ല. എന്നെ സർപ്രൈസ് ചെയ്യുന്നത് അതാണ്. നമുക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് പറയണമല്ലോ. A true artist is somebody who chronicles the reflection of their time. And if the time is saying this, the time is doing this, and he expressed it, why are we crucifying him? Why are we tarnishing his legacy? How come suddenly he become like an anti-national? അത് തെറ്റല്ലേ? അപ്പം നമ്മൾ എവിടെയാണ് നമ്മുടെ ഒരു ചിന്താഗതിയെ കൊണ്ടുപോയിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ അനാലിസിസിനെ കൊണ്ടുപോയിരിക്കുന്നത്? എവിടെയാണ് നമ്മുടെ സോഷ്യൽ റിയാലിറ്റി നമ്മൾ കൊണ്ടെത്തിച്ച് നിൽക്കുന്നത്? ആ ഒരു വാചകം പറഞ്ഞതുകൊണ്ട് മാത്രം, കമ്മ്യൂണൽ എന്നൊരു വാചകം പറഞ്ഞതുകൊണ്ട് മാത്രം അയാൾ പെട്ടെന്ന് അനഭിമതനായി. അത് ഷോക്കിംഗ്. അതുപോലെ ആ ഒരു ഇന്ത്യയിലല്ല ഞാൻ വളർന്നത്, ആ ഒരു കേരളത്തിലല്ല ഞാൻ വളർന്നത്. അല്ല, താങ്കളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ ചലച്ചിത്ര അക്കാദമിയുടെ ചുമതലയിലുള്ള സമയത്ത് IFFK നടന്ന സമയത്തും ഒരു വിവാദം ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് പേര് കടുത്ത രീതിയിൽ താങ്കളെ വിമർശിക്കുകയൊക്കെ ചെയ്തിരുന്നു, ചില ചിത്രങ്ങൾ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട്. അതെന്താണ് യഥാർത്ഥത്തിൽ? അതിന് പിന്നെ അത് നിങ്ങൾ സെൻസിറ്റീവാണല്ലോ, നിങ്ങൾ ആ തരത്തിൽ അത് വന്ന സമയത്ത് അത് പ്രതീക്ഷിച്ചിരുന്നതാണോ? എങ്ങനെയാണ് അതിനെ? ഞാനിവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നൊരു കാരണം അതൊരു വലിയ പാളിച്ചയായിട്ട് ആളുകൾ പറഞ്ഞു. ഓക്കെ, അത് ഞാൻ അംഗീകരിക്കുന്നു. അതിലെൻ്റെ യാതൊരു തെറ്റുമില്ല. ഞാനത് തുടക്കത്തിൽ പറഞ്ഞിട്ടാണ് ഞാൻ പോയിട്ടുള്ളത്. കാരണം വർക്ക് വിസ വരെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എൻ്റെ പേരിൽ എടുത്തിട്ട് എനിക്ക് അവസാന നിമിഷത്തിൽ ഉത്തരവാദിത്തം ഒരു ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാനായി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വർക്ക് കളയാൻ പറ്റത്തില്ല. പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് വർക്ക് ചെയ്യുന്നൊരു പ്രൊഫഷണലിനെ വർക്ക് ചെയ്യേണ്ട എന്ന് പറയുന്നതല്ലല്ലോ ചലച്ചിത്ര അക്കാദമിയുടെ. നമ്മൾ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ചലച്ചിത്ര അക്കാദമിയുടെ ഉദ്ദേശം തന്നെ. അപ്പം അത് പ്രിൻസിപ്പിളുമായിട്ട് കൊത്തുപോകുന്നൊരു കാര്യമല്ല എന്നോട് പോകരുതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്നോട് മിനിസ്റ്റർ സഹിച്ചറിയാൻ പറഞ്ഞു, റസൂൽ ഒരു പ്രശ്നമില്ല, ഇങ്ങോട്ട് പോയിട്ട് വരും, ബാക്കി എല്ലാ കാര്യങ്ങളും. പിന്നെ ഞാൻ അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനം എടുക്കുന്ന സമയത്ത് തന്നെ ആ വർഷത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലൊന്നും ഭാഗവാക്കല്ല. പ്രശ്നം വന്നത് ഇതുവരെയുള്ള അക്കാഡമി ചെയർമാനുകൾ ഇരുന്ന ഒരു കസേരയിൽ നിന്നും ഇത്തവണത്തെ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ക്രൈസിസാണ് ഞാൻ ഫേസ് ചെയ്തത്. ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് 5 ദിവസം മുമ്പ് സെൻട്രൽ ഗവൺമെൻറ് പറയുകയാണ്
184 ചിത്രങ്ങൾ അപ്ലൈ ചെയ്ത എല്ലാ ചിത്രങ്ങളും നിങ്ങൾ പ്രദർശന അനുമതി തരുന്നില്ല. അതായത് 5 ദിവസം മുമ്പ് അതായത് ഈ ഫെസ്റ്റിവൽ നടത്താൻ പറ്റില്ല എന്ന അവസ്ഥയിൽ നിന്നാണ് ഞാൻ സ്റ്റെപ്പിൻ ചെയ്യുന്നത്. പിന്നെ നിരന്തരം ഫോൺ കോളുകൾ, സംസാരം, മറ്റുള്ളവർ വിളിക്കുന്നു, പലരെ മിനിസ്റ്റർ വിളിക്കുന്നു, സെക്രട്ടറി വിളിക്കുന്നു. അപ്പോൾ അവർ ബാച്ച് ബൈ ബാച്ചായിട്ട് ഓരോ സിനിമകൾ അവർ റിലീസ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഒരു 13 സിനിമകൾ എത്തിപ്പെട്ടു. അപ്പോൾ ഇതിന് മുൻപൊരു വശമുണ്ട്. ഇതിന് മുമ്പൊരു വശം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് IBൻ്റെ ഒരു നോട്ടീസ് വന്നു. ആ IBൻ്റെ നോട്ടീസിൽ അവർ പറഞ്ഞത് ഇത്തവണ വരുന്ന എല്ലാ ഡെലിഗേറ്റ്സും കോൺഫറൻസ് വിസയിൽ അല്ലെങ്കിൽ സിമ്പോസിയത്തിനൊക്കെ വരുമല്ലോ, ആ വിസയിൽ മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. പണ്ട് നമ്മൾ ബിസിനസ് വിസ എടുത്തിട്ടാണ് കൊണ്ടുവരാം. വളരെ ഈസി പ്രൊസീജിയറാണ്. ഈ ഒരു കാറ്റഗറിയിൽ കൊണ്ടുവരുമ്പോൾ ഇവരുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മളൊരു പോർട്ടലിൽ അപ്ലോഡ് ചെയ്യണം. എന്നിട്ട് ഈ പോർട്ടലിൽ ആരുമില്ല. നമ്മൾ ക്രെഡിറ്റ് കാർഡ് കമ്പനിയോട് സംസാരിക്കുമ്പോൾ എങ്ങനെയാണ്, അതേ അവസ്ഥയാണ്. നമ്മൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു, അവരടുത്ത കാര്യങ്ങൾ ചോദിക്കുന്നു, അപ്ലോഡ് ചെയ്യുന്നു, വെയിറ്റ് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു. ആ ഒരു അവസരത്തിൽ അക്കാഡമിയുടെ സെക്രട്ടറി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ ഇന്ന ആളുകൾ വരുന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നമ്മൾ ക്യൂറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 300 സിനിമകളിൽ നിന്ന് ഇത്ര സിനിമകൾ നമുക്ക് ഉൾപ്പെടുത്തണമെങ്കിൽ ഈ ഡയറക്ടേഴ്സൊക്കെ വരണമല്ലോ, നമുക്കിങ്ങനെ വലിയൊരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ വർക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ദില്ലിയിലെത്തുന്നു. പൊളിറ്റിക്കൽ ക്ലിയറൻസിന് വേണ്ടുന്ന കാര്യങ്ങൾ നേരിട്ട് ഞാൻ ചെയ്യുന്നു. അപ്പോൾ അതിൽ കുറേ കൺട്രിയിൽ നിന്നുള്ള ആളുകൾക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് തന്നില്ല. അത് നമുക്ക് സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വർത്തമാനകാലത്തിലെ ഒരു ആർട്ടിസ്റ്റ് നമുക്ക് ഊഹിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇന്ന കൺട്രികളിൽ നിന്നുള്ള ആളുകൾക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് തരുന്നില്ല, ഇതൊരു വിഷയം. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി പറയുന്നതാണ്, ഇദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ഇല്ല, അപ്പോൾ നമുക്ക് വിസ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല, അപ്പോൾ അവരുടെ സിനിമ നമുക്ക് ക്യൂറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ സിനിമയുടെ നമ്മുടെ ഫെസ്റ്റിവലിൻ്റെ ജൂറി ചീഫ് മുഹമ്മദ് റസ്ലോഫ്, അദ്ദേഹത്തിന് ബ്ലൂ പാസ്പോർട്ടാണ്. ബ്ലൂ പാസ്പോർട്ട് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല. അയാൾ ഇറാനിയാണ്, ജർമ്മനിയിൽ എക്സൈലിൽ താമസിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പാസ്പോർട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതിന് സ്പെഷ്യൽ ക്ലിയറൻസ് വേണം. അദ്ദേഹം ഇവിടെ എത്തിയത് നമ്മുടെ ഫെസ്റ്റിവൽ തുടങ്ങി ഒരു ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ ലണ്ടനിൽ ഇരുന്നുകൊണ്ട് തന്നെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് ആളുകളുമായിട്ട് സംസാരിച്ചും ഇടപെട്ടും നേരിട്ടും അല്ലാതെയും. ഡോക്ടർ ശശി തരൂർ എന്നെ അക്കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ജയശങ്കർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അത് ഒരുപാട് പേരുകൾ. അപ്പം ഇത് ഒരു പക്ഷേ എൻ്റെ ഒരു അനാലിസിസ് പറഞ്ഞാൽ ഇതൊരു റൂളിംഗ് ഡിസ്പെൻസേഷൻ്റെ ഒരു ഡിസിഷനായിട്ടല്ല ഞാനിത് കണ്ടത്. ഇന്ന സിനിമകൾ കൊടുക്കണ്ട, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ വേണ്ട. അതൊരു പെർട്ടിക്കുലർ ഉദ്യോഗസ്ഥ മേഖലയിലുണ്ടായ ഒരു ഇടപെടലായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം ഞാൻ അതിനെ അങ്ങനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതൊരു വശം കഴിഞ്ഞുപോയി. എന്നിട്ട് അവസാനം ഒരു 13 സിനിമകൾ അനുമതി തന്നില്ല. അതവർ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിക്ക് റെഫർ ചെയ്തു. ഇതൊക്കെ അൺപ്രസിഡൻറ്റഡ് സ്റ്റെപ്സാണ്. ഞാൻ പറഞ്ഞ ഇങ്ങനത്തെ ഒരു കാര്യം, ഒരു നിഷ്കർഷ ഒരു സെൻട്രൽ ഗവൺമെൻറ്, ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വളരെ റെപ്യൂട്ടഡായിട്ട് ഫെസ്റ്റിവലിനോട് കാണിക്കുന്നത് ഏറ്റവും നിശ്ചിതമായി വിമർശിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു സ്റ്റാൻഡ് എടുത്തു. അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഞാനിരിക്കുന്നത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റിലാണ്. ഞാനൊരു ഓർഗനൈസേഷൻ്റെ ചെയർമാനായിട്ടാണ് ഇരിക്കുന്നത്. വിളക്കുപാറയിൽ ജനിച്ചു വളഞ്ഞ് ഓസ്കാർ കിട്ടിയ റസൂൽ പൂക്കുട്ടി അല്ല അവിടെ ഇരിക്കുന്നത്. ആ റസൂൽ പൂക്കുട്ടിക്ക് നിന്ന് തിരുവനന്തപുരത്തെ തെരുവിൽ നിന്ന് പറയാം, ഇത് ഇവർ കാണിക്കുന്നത് തെറ്റാണ്, നമ്മൾ എന്ത് വന്നാലും ഈ സിനിമ കാണിക്കും. പക്ഷേ ഒരു ഓർഗനൈസേഷൻ്റെ പുറത്തിരിക്കുന്ന എനിക്ക് മറ്റ് ചില കാര്യങ്ങളോട് നോക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ വിഷയമായി. ഭയങ്കര ഡെഫിയൻസ് സ്റ്റാൻഡിലേക്ക് പോകുന്നു. ഗവൺമെൻറ് പറയുന്നു, മിനിസ്റ്റർ പറയുന്നു സിനിമ കാണിച്ചുകൊള്ളൂ. ഇതെവിടെ കാണിക്കും, എങ്ങനെ കാണിക്കും എന്നുള്ളൊരു വിഷയം. പിന്നീടും നമ്മൾ ചർച്ചകൾക്ക് പോകുന്നു. ഇതൊരു നെഗോഷിയേഷനായിട്ട് മാറി. ഈ നെഗോഷിയേഷൻ എത്തിയിട്ട് ഒരു 6 സിനിമകൾ വേണ്ട, കാണിക്കുന്നില്ല, അനുമതി തരാൻ പറ്റില്ല എന്ന് പറയുന്നു. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്നു, പോകുന്നു. അവിടെ ഒരു സ്റ്റാൻഡ് ഓഫ് കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ മിനിസ്റ്ററുമായിട്ട് സംസാരിക്കുന്നു. അപ്പം ഇത് വളരെ അൺപ്രസിഡൻ്റായിട്ട്, ഇത് വളരെ അഡ്മിനിസ്ട്രേറ്റീവായിട്ട് കാര്യങ്ങളാണ്. ഞാൻ പുറത്തൊരു പറയാൻ പാടില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറയുകയാണ്. ഒരു ലെവൽ കഴിഞ്ഞപ്പോൾ അത് സെൻട്രൽ ഗവൺമെൻറ് തരുന്ന ഒരു ഡയറക്റ്റീവ് ഉണ്ട്. ആ ഡയറക്റ്റീവ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്
ഇവിടുത്തെ ROയെ ചുമതലപ്പെടുത്തുന്നു, ഇവിടുത്തെ ചീഫ് സെക്രട്ടറിക്ക് അവർ കത്ത് കൊടുക്കുന്നു. അതായത് ഞാനത് വയലേറ്റ് ചെയ്താൽ എന്നെ അറസ്റ്റ് ചെയ്യാം, ഇതിൻ്റെ അക്കാഡമിയുടെ ആളുകളെ അറസ്റ്റ് ചെയ്യാം, വളരെ മോശമായ സെക്ഷനുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം. അതൊരു വശം. ഞാൻ നോക്കുന്നത് നമുക്ക് 31ാമത്തെ IFFCAയും നടത്തണം. അപ്പം ഞാൻ 1-2 കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നത് തെറ്റില്ല എന്നെനിക്ക് തോന്നിയിട്ട് ഞാൻ അക്കാഡമി ഭാരങ്ങളോട് സംസാരിച്ചു. അപ്പോൾ ചീഫ് സെക്രട്ടറി എനിക്ക് നോട്ട് അയച്ചു. സിനിമകൾ നടത്തിക്കോളൂ എന്ന് മിനിസ്റ്റർ എനിക്ക് നോട്ട് തരുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയുടെ കംപ്ലയൻസസ് അതുപോലെ ഫോളോ ചെയ്യണമെന്ന് ചീഫ് സെക്രട്ടറി എനിക്ക് നോട്ട് തരുന്നു. ഞാൻ എന്തു ചെയ്യും? ഞാൻ വിളക്കുപാറയിൽ ജനിച്ച ഒരു സാധാരണ റസൂൽ പൂക്കുട്ടിയാണ് എങ്കിൽ ഞാൻ മിനിസ്റ്റർ പറയുന്നത് കേൾക്കും. എനിക്ക് രണ്ടും ബാലൻസ് ചെയ്യണം. അക്കാഡമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് രണ്ടും ബാലൻസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു. പിന്നെ വിമർശിക്കാം എന്ന് പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ ഞാൻ അതിനെ അഡ്രസ്സ് ചെയ്ത രീതിയിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് വിമർശിക്കാം. അത് ഒരു പക്ഷേ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. പക്ഷേ നിങ്ങൾ 30ാമത്തെ IFFCAയുടെ ഷെഡ്യൂളിംഗ് നോക്കൂ. ഈ പറയുന്ന സിനിമകളെല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതെനിക്ക് ഒരു ക്യാമറയുടെ മുന്നിൽ വന്ന് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അന്ന് ഉണ്ടായ ആ ഒരു അവസരത്തിൽ എനിക്ക് കൊട്ടിഘോഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അന്ന് ഒരു ഭയങ്കര ഹീറ്റഡ് നിൽക്കുന്നൊരു അറ്റ്മോസ്ഫിയറിൽ എനിക്ക് കൂടുതൽ ഇൻഫ്ലേമബിൾ ആക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവർ കാണിക്കുന്നത് പറഞ്ഞ സിനിമകളെല്ലാം നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് പാലസ്റ്റീൻ 36 എന്ന സിനിമ നമ്മുടെ ഓപ്പണിംഗ് സിനിമയായിരുന്നു. ഞാൻ ആ ഓപ്പണിംഗ് സിനിമ കാണിക്കുമ്പോൾ നമുക്ക് ഇതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. സോ ഇഫ് യു അനലൈസ് IFFCA's complete programming of last year, of 30th IFFCA, we have shown all the film except one film. So where did I gone wrong? So the accusation that the far left has put it on me is completely baseless. അത് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഓക്കെ, ഞാൻ പറഞ്ഞു, ഞാൻ നാഷണലിസം പറഞ്ഞു. എന്താ എനിക്ക് പറഞ്ഞുകൂടെ? ഞാൻ നാഷണലിസം പറയുമ്പം, അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ ഉന്നയിച്ചപ്പോൾ, അതായത് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഫോളോ ചെയ്യുമ്പോൾ ഞാനെങ്ങനെയാണ് സംഘീയാവുന്നത്? അപ്പം നമ്മുടെ രാജ്യത്തിനോട് കൂറ് കാണിക്കുന്നൊരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് മറുവശത്തേക്ക് പോകുന്നത്? ആ മറുവശത്തേക്ക് പോകുന്ന നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് അങ്ങനെ മാറ്റി നിർത്തപ്പെടുന്ന ഒരു വകഭേദം, അത് ശരിയായ പൊളിറ്റിക്സ് ആണോ? എന്നെ സംബന്ധിച്ചോളം അത് ശരിയായ പൊളിറ്റിക്സ് അല്ല. ഞാൻ എന്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അല്ലേ? നിങ്ങളതിൻ്റെ വേറൊരു വശം മനസ്സിലാക്കിയില്ല. ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് പത്രക്കാർ പിരിഞ്ഞുപോയി? നിങ്ങളൊരു മാധ്യമപ്രവർത്തനമല്ലേ? എന്തുകൊണ്ട് അവിടെ നിന്ന മാധ്യമപ്രവർത്തകർ ഞാൻ അക്കാര്യം പറഞ്ഞപ്പോൾ എന്നോട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ഇന്ത്യയുടെ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണിക്കാത്തതെന്ന് പറഞ്ഞപ്പോൾ അതിനപ്പുറം ഒരു ചോദ്യം എന്തുകൊണ്ട് മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചില്ല? എന്തുകൊണ്ട് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തില്ല? അത് കേട്ടപ്പോൾ നിങ്ങൾ മടങ്ങിപ്പോയില്ലേ? എന്തുകൊണ്ട് മടങ്ങിപ്പോയി? അപ്പം അതും നിങ്ങളെയും അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതുവരെ നമ്മുടെ വർത്തമാന കാലത്തെ ഇന്ത്യയെ നമ്മൾ കൊണ്ടെത്തിച്ചു. അതിൽ നിങ്ങളും അറിഞ്ഞും അറിയാതെയും നിങ്ങളും അതിൽ ഭാഗമാണ്. എന്നെ മാത്രം എന്തിനാ കുറ്റം പറയണേ? അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. ഈ സൈബർ ആക്രമണവും മറ്റു കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്കത് അതിൻ്റെ അകത്തൊരു സെൻസിറ്റീവായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ? ഐ വെന്റ് ബാക്ക് ടു മൈ വർക്ക്. ഇത് ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ വലിയൊരു നിരത്താണ്. അവിടെ ഒരുപാട് ആളുകൾ ഒച്ചപ്പാടും ഉണ്ടാക്കും. അതൊന്നും നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുക. ഞാൻ അന്ന് വൈകുന്നേരം ഇരുന്ന് അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഞാനിതെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ. ആനന്ദ് പട്വർദ്ധൻ ഉൾപ്പെടെയുള്ള ആളുകൾ എനിക്കെതിരെ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയപ്പോൾ ഞാൻ ആനന്ദിനെ വിളിച്ച് ചോദിച്ചു, ആനന്ദ്, നിങ്ങൾ ഇതിൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? പ്രോഗ്രാമിങ് കണ്ടിട്ടുണ്ടോ? കണ്ടോ? വായിച്ചു നോക്കിയാ? ഇതിലേത് സിനിമയാണ് ഞാൻ കാണിക്കാതിരുന്നത്? പറയും. അയ്യോ റസൂല, അതിപ്പോൾ നമ്മളിപ്പം സ്റ്റേറ്റ്മെൻറ്റ് വിട്ടുപോയി, ഇനിയിപ്പം എല്ലാം കയ്യിൽ നിന്ന് വിട്ടുപോയി, നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മളെല്ലാത്തിനും റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊരു വലിയ നിരത്താണ്. അവിടെ ഒരുപാട് ഒച്ചപ്പാടും ബഹളങ്ങളുണ്ട്. എല്ലാ ബഹളങ്ങളെ കുറിച്ച് ആരോടെങ്കിലും പരാതി പറയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ അത്രയ്ക്കും എന്താ പറയുക, ഒരു
അതിനെയൊക്കെ ഒരു 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 ലെവലിൽ എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഇനിയുള്ള പ്രോജക്റ്റുകൾ എന്തൊക്കെയാണ്, പുതിയ പ്രോജക്റ്റുകളായിട്ട്? കുറേ പ്രോജക്റ്റുകളുണ്ട്. ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രിട്ടീഷ് സിനിമയുണ്ട്. അത് ഇപ്പോൾ ഞാനിപ്പോൾ ലണ്ടനിൽ ഷൂട്ട് ചെയ്ത സിനിമ, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ അമീർ ഖാൻ പ്രൊഡക്ഷൻ്റെ ഒരു സിനിമയുണ്ട്, ലാഹോർ എന്ന് പറയുന്നത്. അതും ഖുർആൻ റഹ്മാനും ആണ്, രാജ്കുമാർ സന്തോഷിയുടെ ഡയറക്ഷൻ. പിന്നെ നമ്മുടെ ഭരത് ബാല കുംഭിനെ ബേസ് ചെയ്തൊരു സിനിമ ചെയ്തിട്ടുണ്ട്. അത് ഞാനും അഗെയിൻ മീ ആൻഡ് റഹ്മാൻ കമ്മിങ് ടുഗദർ ഓൺ ദാറ്റ്. പിന്നെ ഞങ്ങളിപ്പോൾ ULCCൻ്റെ വടകരയിലൊരു വലിയ ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോ, അതായത് നമ്മുടെ വടക്കൻ കേരളത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു വലിയൊരു ആർട്ടിസ്റ്റിക് പ്രോജക്റ്റ്. അത് വളരെ ടെക്നോളജിക്കലി ഭയങ്കര ഇന്നോവേറ്റീവായ ഒരു സംഭവമാണ്. അതും ഞാനും റഹ്മാനും രേവതിയാണ് എൻ്റെ ഡയറക്ഷൻ. അത് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഈ ശബ്ദ സംസ്കാരം, സൗണ്ട് കൾച്ചർ എന്നുള്ള രീതിയിൽ എത്രത്തോളം അത് മാറിയിട്ടുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആ ഒരു ഉദ്ദേശ രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇതിന് ശേഷം? ഒരുപാട് കോമ്പറ്റിറ്റീവ് ആയിട്ട് മാറിയിട്ടുണ്ട് ഈ ഫീൽഡ്. ഒരുപാട് യങ്സ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, ഒരുപാട് ഓഡിയൻസ് ഒരുപാട് അവെയർ ആയിട്ടുണ്ട് സംഭവം. പക്ഷേ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഒരു ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിൽ കേരളത്തിൽ പിന്നെയും മച്ച് ബെറ്ററാണ്. ഔട്ട്സൈഡ് കേരള, ഔട്ട്സൈഡ് റെസ്റ്റ് ഓഫ് ഇന്ത്യ, ഐ ഡോണ്ട് തിങ്ക് ദേ ഹാവ് കം ഇൻ ടു അണ്ടർസ്റ്റാൻഡ്. അതായത് പിക്ചറും സൗണ്ടും ആണ് സിനിമ എന്ന വ്യവസായത്തെ പിടിച്ചു നിർത്തുന്നതും. അത് ബെസ്റ്റ് എക്സ്പീരിയൻസ് കൊടുത്തെങ്കിൽ ആളുകൾ സിനിമ തിയേറ്ററിലേക്ക് വരികയുള്ളൂ എന്നും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഇപ്പോഴും അതങ്ങോട്ട് മനസ്സിലാക്കിയിട്ടില്ല. അത് മെയിൻറ്റെയിൻ ചെയ്യുക, അത് അപ്കീപ്പ് ചെയ്യുക, ഇതൊന്നും വളരെ മോശമായ അവസ്ഥയിലാണ്. അതിലൊരു സ്റ്റാൻഡർഡൈസേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പം നമുക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് BIS, ഞാനതിൽ BISലെ മെമ്പറാണ്. BIS ഒരുപാട് സ്റ്റാൻഡർഡൈസേഷൻ കൊണ്ടുവരുന്നുണ്ട്. അത് നമ്മളിതെല്ലാം നമ്മൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതനുസരിച്ച് നമുക്ക് റേറ്റിംഗ് ചെയ്യാൻ പറ്റും, അതനുസരിച്ച് ടിക്കറ്റ് റേറ്റ്സ് ചെയ്യണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും എൻഫോഴ്സിബിളായിട്ട് വരുമ്പോൾ ഐ തിങ്ക് ഇറ്റ് വിൽ ഫോൾ ഇൻ ടു പ്ലേസ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ അവതാർ എന്ന സിനിമ ഇറങ്ങുമ്പോൾ, ഇന്ത്യയിൽ മാത്രം അവതാർ എന്ന സിനിമ ഇറങ്ങുമ്പോൾ ജെയിംസ് കാമറോൺ ലെറ്റർ എഴുതി എല്ലാ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിനും അദ്ദേഹം അയച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത്, ഞാൻ നേരിട്ട് മിക്സ് ചെയ്ത സിനിമയാണ്, ഈ സിനിമ ഡോൾബി ലെവൽ 7 തന്നെ കാണിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു ലെറ്റർ എല്ലാ ഡിസ്ട്രിബ്യൂഷനും അയച്ചിട്ടുണ്ട്. ആ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് എനിക്ക്, ഒരു ഇൻ്റർനാഷണലി അക്ലൈംഡ് ഫിലിം മേക്കർ ഇവിടുത്തെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ആൾക്കാർക്കും ലെറ്റർ എഴുതുകയാണ്, നിങ്ങൾ ഈ സിനിമ എങ്ങനെ കാണിക്കാവുള്ളൂ, ഇന്ന രീതിയിൽ കാണിക്കാവുള്ളൂ. ഇതൊരു ബേസിക് സ്റ്റാൻഡർഡൈസേഷൻ അല്ലേ? അത് പൈസ വന്ന് തരുന്ന ടിക്കറ്റ് വാങ്ങുന്ന ഒരു പ്രേക്ഷകനോട് ഒരു മിനിമം മര്യാദ പുലർത്തേണ്ട കാര്യമല്ലേ? അത് നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. ഇൻ ടേംസ് ഓഫ് കൺസെപ്ച്വലി എക്സിക്യൂട്ടിങ് സംതിങ്. സൗണ്ട് ആസ് സച്ച് ഈസ് നെവർ ഗിവൺ ഇനഫ് ടൈം ടു വർക്ക്. തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? പൂരം ഭയങ്കര ട്രാൻസെൻഡിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ്. പിന്നെ എനിക്ക് നിർവചിക്കാൻ പറ്റത്തില്ല എങ്ങനെ നമ്മളതിനെ ഡിഫൈൻ ചെയ്യാമെന്ന്. കാരണം അത് യുനെസ്കോ പറഞ്ഞിട്ടുള്ളതുപോലെ അത് ഇറ്റ് ഈസ് വൺസ് ഇൻ എ ലൈഫ് ടൈം എക്സ്പീരിയൻസ്. അത് നിങ്ങളിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യണം. മേളത്തിൽ നിന്ന് പൂരത്തിലേക്ക് പോകുന്നൊരു സംഭവമുണ്ട്, ഒരു മാറ്റമുണ്ട്. ഒരു മേളം എങ്ങനെയാണ് പൂരമായി മാറുന്നത്, അവിടെയാണ് അതിൻ്റെ ഒരു ട്രാൻസെൻഡിങ് എനർജി ഉള്ളത്. അത് നോവെയർ എൽസ് ഇൻ ദ വേൾഡ്. അത് എവിടെയെങ്കിലും ഒരു അപ്പോൾ നമ്മളിപ്പോൾ ഒരു അമ്പലത്തിൽ പോകുന്നു, പൂജ ചെയ്യുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്നു, മെഴുകുതിരി കത്തിക്കുന്നു, അല്ലെങ്കിൽ ഒരു മസ്ജിദിൽ പോകുന്നു, പിന്നെ നമസ്കരിക്കുന്നു. ഇവിടെ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ടല്ലോ എന്തെങ്കിലും, നമ്മൾ ഒരു സാധനം ഓഫർ ചെയ്യുന്നു. അത് ഇൻടാഞ്ചിബിളായ ഒരു ഓഫറിംഗ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ തൃശ്ശൂർ പൂരത്ത് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിൽ നിന്നല്ല, ലോകത്തിൽ ഇഫ് ദർ ഈസ് എനിത്തിങ് ദറ്റ് യു ആർ ഓഫറിംഗ് വിച്ച് ഈസ് ഇൻടാഞ്ചിബിൾ ത്രൂ സൗണ്ട്, അത് ഇറ്റ്സ് എ വണ്ടർ. ഈ പാരഡോക്സ് ഓഫ് പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേഗാനന്തര ലോകത്തിൻ്റെ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ടെക്നിക്കലായിട്ടും ഒരുപാട് ഡിജിറ്റൽ സാങ്കേതികവിദ്യയും അതുപോലെ സാങ്കേതിക മുന്നേറ്റമൊക്കെ ഉണ്ടായെങ്കിലും അതിനനുസരിച്ചുള്ള തിരക്ക്, നമുക്കൊരുപാട് പണികൾ ചെയ്യണ്ട, ആ പണികളൊക്കെ അവർ ചെയ്യും, പക്ഷേ അതിനനുസരിച്ചുള്ള തിരക്ക് നമുക്ക് കൂടിയിട്ടുണ്ട്. നമ്മൾ അതിനകത്ത് പെട്ടുപോകുന്നൊരു സാഹചര്യമുണ്ടോ? ഉണ്ട്. അത് ടു ആൻ എക്സ്റ്റെൻറ്റ് ഇറ്റ്സ് ഈവൻ ബിക്കമിങ് ആൻ അഡിക്ഷൻ. അത് പുകവലിയും മദ്യപാനവും മയക്കുമരുന്നും പോലെ ഭയങ്കര അഡിക്ഷനായിട്ട് തന്നെ മൊബൈൽ ഡിവൈസസ് ഹസ് ബിക്കം അഡിക്ഷൻ. ഇറ്റ്സ് ആക്ച്വലി എ പോസ്റ്റ് കോവിഡ് ഫിനോമിനൻ. ഇപ്പോൾ എൻ്റെ മകൻ 10ാം ക്ലാസ്സിൽ പരീക്ഷ ചെയ്തിട്ടില്ല. അവൻ ഈസ് എ കോവിഡ് ബാച്ച്.
Well, 2.5 വർഷം the boy was sitting in the device. He got invested in the device. So to pull him out of that is very, very difficult. So we get invested in that. Pinne, the device keeps on telling you, the moment you get invested in that, it keeps on telling you that your faculty of memory is no more required. For me, that is the biggest danger. അതായത് പണ്ട് നമുക്കൊരു 10 നമ്പറുകൾ കാണാതെ അറിയാമായിരുന്നെങ്കിൽ ഇന്ന് നമുക്ക് ഒരു നമ്പർ പോലും 1-2 നമ്പറുകൾ അറിയത്തില്ല. നമ്മുടെ എല്ലാ ഫങ്ഷനും നമുക്ക് നമ്പർ വേണം. പിൻ കോഡായാലും OTP ആയാലും ATM പിന്നായാലും എല്ലാം എവറിത്തിങ് ഈസ് റിലേറ്റഡ് ടു നമ്പേഴ്സ് ആൻഡ് എവറിത്തിങ് ദാറ്റ് ആൻഡ് വി കീപ് സ്റ്റോറിങ് ഇറ്റ്. സോ മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനം ഇറ്റ് ഈസ് കോൺസ്റ്റൻ്റ്ലി നോട്ട് റിക്വയർഡ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ടെക്നോളജി ഹസ് ബ്രോട്ട് us, മെഷീൻസ് ഹവ് ബ്രോട്ട് us there. പക്ഷെ നമ്മുടെ മുഴുവൻ ലൈഫും നമ്മുടെ എസ്പെഷ്യലി ഭാരതത്തിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എത്തോസ് എന്ന് പറഞ്ഞാൽ മെമ്മറി ഈസ് എവറിത്തിങ്. നമ്മൾ കഴിഞ്ഞ 5,000 years-ആയിട്ട് 8,000 years-ആയിട്ട് വി പാസ്ഡ് ഓൺ നോളജ് ഫ്രം വൺ ജനറേഷൻ ടു ദി അതർ ആസ് ഓറൽ ട്രഡീഷൻ. ഇപ്പോൾ വേദങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു തലമുറ മറ്റു തലമുറയൊക്കെ പറഞ്ഞ് ഓർമ്മിക്കാൻ എളുപ്പത്തിൽ അടുക്കി വെച്ച ശബ്ദങ്ങളാണ് അറിവെന്ന് പറയും. ഓർമ്മ അറിവായിരുന്നു. അപ്പോൾ ഇന്ന് ടെക്നോളജി പറയുന്നത് ഇതിൻ്റെ ആവശ്യമില്ല, ഈ ഓർമ്മ എന്ന് പറയുന്നത് മെമ്മറീൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നത്. അതൊരു ഭയങ്കര കോൺട്രഡിക്ഷനാണ്. ഈ കോൺട്രഡിക്ഷനിലാണ് നമ്മുടെ ഇന്നത്തെ ജനറേഷൻ വരുന്നത്. നമ്മളൊക്കെ ഡിജിറ്റൽ ഇമിഗ്രൻസാണ്. നമ്മൾ പുറത്തുനിന്ന്, കാരണം നമ്മൾ അനലോഗും മറ്റുമെല്ലാം കണ്ടിട്ട് വന്നു. അപ്പോൾ നമുക്കിതിനെ ഒരു പുറത്തുനിന്ന് നമുക്ക് അനലൈസ് ചെയ്യാം. നമ്മുടെ പിന്നാലെ വരുന്ന ജനറേഷൻ അവരതിൽ ജനിച്ചതാണ്. അവർ അതിന് പുറത്തുള്ളതൊന്നും അവർ കണ്ടിട്ടില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ഫാൻറ്റസിയാണ്. അപ്പോൾ ആ ഒരു റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്ന് ഇത് എഡ്യൂക്കേഷൻ ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ബി സഫറിങ് ദ മോസ്റ്റ്. ഈവൻ ദ ടീച്ചേഴ്സ് ഹു ഈസ് ടീച്ചിങ് അവർ യങ്ങർ ജനറേഷൻ, ദേ ദംസെൽസ് ഡോണ്ട് നോ. അതായത് അവർ ചിൽഡ്രൻ ആർ ഡെഫിഷ്യൻറ്റ് because everything is available at the click of a button. So there is so much information around you, but information is not knowledge. അറിവ് അതല്ല, ഇൻഫർമേഷൻ ഈസ് നോട്ട് നോളജ്. അതാണ് നമുക്ക് കുട്ടികളെ, പുതിയ തലമുറയെ നമുക്ക് പഠിപ്പിക്കേണ്ടി വരുന്നത്. അത് സോ ടീച്ചേഴ്സ് ബിക്കം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം AI തന്നെ എടുക്കുക. എന്താണ് AI? യു ഹാവ് ടു ഗിവ് എൻ ഇൻപുട്ട്, പ്രോപ്പർ ഇൻപുട്ട് യു ഹാവ് ടു ഗിവ്, ദെൻ ഓൺലി യു ക്യാൻ ഗെറ്റ് എ ഡിസൈഡ് ഔട്ട്പുട്ട്. ഈ ഇൻപുട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നന്നായി ചോദ്യങ്ങൾ ചോദിക്കുക. നമ്മുടെ പണ്ടത്തെ ഗുരുശിഷ്യ പരമ്പര എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു, അല്ലേ? വൈ ഈസ് ദിസ്. നമ്മുടെ എല്ലാ ഗുരു പരമ്പരകൾ എടുത്ത് നോക്കിയാലും വൈ എന്നതിൻ്റെ പിന്നാലെ നമ്മൾ പോയിട്ടുള്ളൂ. ഏറ്റവും നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നവൻ അവൻ ഏറ്റവും നല്ല സ്റ്റുഡൻ്റായിരുന്നു. നമ്മുടെ കൊളോണിയൽ എഡ്യൂക്കേഷൻ വന്നപ്പോൾ നമ്മൾ സ്ട്രക്ചേർഡ് സിലബസിലേക്ക് പോയി, സ്ട്രക്ചേർഡ് പഠിത്തത്തിലേക്ക് പോയി, കോമ്പറ്റീറ്റീവ്സ് ആയിപ്പോയി, അച്ചീവ്മെൻറ്റ് ബേസ്ഡ് ഒബ്സസ്ഡ് സൊസൈറ്റിയായി നമ്മൾ മാറി. അപ്പോൾ ക്ലാസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന കുട്ടി അവൻ അനഭിമതനായി. ഈ ബിക്കം എ ട്രബിൾ മേക്കർ. ടുഡേ AI need the best person who can ask the best questions, then you can get the best output. So in a way, for me, technology is constantly telling me to go back to my tradition, go back to what is my ethos, get knowledge. Now AI filmmaking has come. So does that mean that FTI is irrelevant? No. FTI is most relevant today because there is AI. Because we need to ask AI what we need to give. For that we need to learn. Structured learning is required. Memory based learning is required. So എന്തായാലും നല്ല ഒരു ഭാവികാലം വരട്ടെ. ഭാവി എന്നും നല്ലതാണ്. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് ബ്രൈറ്റ്. ഓക്കെ, വി നീഡ് ടു പുട്ട് ബിഹൈൻഡ് ദ പാസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് വി ആർ നോട്ട് ഡൂയിങ് റൈറ്റ് നൗ. ഇന്ത്യ has a very very nostalgic past and it is a burden for India. It is a burden. India is not looking ahead. നമ്മളെല്ലാം ഈ പഴയ ബാഗേജും കൊണ്ട് നടക്കുകയാണ്. പഴയ ഇതിഹാസങ്ങളുടെ ബാഗേജുകൾ, പഴയ ട്രഡീഷൻ്റെ ബാഗേജുകൾ, ഇതെല്ലാം കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. നമുക്ക് ലുക്ക് അറ്റ് ചൈന, they are far
far, far ahead. So we have to put our past behind and look ahead and let there be light, you know. Future is always bright. ഓക്കെ, സന്തോഷം. Thank you.